ഹായ് സർ. പേരെങ്ങനെയാണ്? സായിനേത്ര. എത്ര വയസ്സുണ്ട്? 20. എവിടെയാണ് വീട്? ട്രിവാൻഡ്രത്ത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു സായിനേത്രയ്ക്ക്? ആദ്യം കൂടുതൽ ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ വന്നിട്ട് അറിഞ്ഞ് അലർജി ആയിട്ടുള്ള ഫുഡൊക്കെ കാരണമായിരിക്കാമെന്ന്. അത് സാർ പറഞ്ഞ പോലെ തന്നെ മാക്സിമം അവോയ്ഡും ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് അത് അവോയ്ഡ് ചെയ്തപ്പോൾ തന്നെ സഡൻ ആയിട്ട് നല്ല ചേഞ്ചസ് ഡിഫറൻസസ് അനുഭവപ്പെട്ടു. ആൻഡ് ഐ ഫീൽ ദാറ്റ് മൈറ്റ് ബി ദ റീസൺ. സോ ഇന്ന് ഇമ്മ്യൂണോതെറപ്പി സ്റ്റാർട്ട് ചെയ്യുവാണ്. നേസൽ പോളിപ്സും അലർജിക് റൈനൈറ്റിസും ആസ്മയുടെ സിംറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ ആ അലർജി ടെസ്റ്റിൻ്റെ അക്യുറസി എത്രത്തോളം ഉണ്ടായിരുന്നു? അത് കറക്റ്റ് ആയിരുന്നോ? അത് അവോയ്ഡ് ചെയ്തപ്പം വ്യത്യാസം അറിയാനുണ്ടായിരുന്നു അല്ലേ? അറിയാൻ പറ്റും. അത് കഴിക്കുമ്പോഴും കഴിക്കാതിരിക്കുമ്പോഴും നല്ല ഡിഫറൻസസ് അറിയാൻ പറ്റും. ആക്യുറേറ്റ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നമ്മൾ ഇന്ന് ഇമ്മ്യൂണോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യമേ തന്നിരുന്നത് എൻ്റെ ഫ്ലൂ വാക്സിൻ, പിന്നെ എൻ്റെ വാക്സിനേഷൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും അലർജി ഉള്ളവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് പിടിപെടാതിരിക്കാൻ ഫ്ലൂ വാക്സിനും ന്യൂമോകോക്കൽ വാക്സിനും റെക്കമെൻഡഡ് ആണ്. സാർ എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. ഓക്കെ, ട്രിവാൻഡ്രത്ത് തന്നെയാണോ? ഓക്കെ. സാറിൻ്റെ നമ്പർ ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട്. 8877116672. ഇതിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചെന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാം. എന്തായാലും ഈ അലർജി ടെസ്റ്റ് ചെയ്ത് അതിന് പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഇമ്മ്യൂണോതെറാപ്പി എടുക്കുന്നത്. സായിനേത്രയുടെ അലർജി പൂർണ്ണമായിട്ടും മാറട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിങ് ദ ഇൻഫർമേഷൻ. എന്താ ചെയ്യുന്നത് സായിനേത്ര? ഞാൻ കറന്റ്ലി ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിയാൻ പോകുന്നു. ഓക്കെ, ഏത് സബ്ജക്റ്റാണ്? ഫുഡ് പ്രോസസ്സിംഗ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. ടേക്ക് കെയർ.